ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്ന് നമ്മളൊരു കൊറിയൻ ആക്ഷൻ ക്രൈം കോമഡിയാണ് കാണാൻ പോകുന്നത്. ഇതിന് ആദ്യത്തെ ഒരു പാർട്ടുണ്ട്. നമ്മുടെ റൗണ്ടപ്പ് ഒക്കെ പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു ആദ്യ പാർട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. വെറ്റീറാൻ എന്നാണ് ആ മൂവിയുടെ പേര്. ഇതുപോലെ തന്നെ ഒരു ക്രൈം കോമഡി ആയിരുന്നു അതും. കണ്ട് കുറെ നാളായി. ഇനി ഓർത്തെടുക്കണ്ട, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതൊരു പുതിയ കഥയാണ്. ഈ കഥയിൽ തുടർച്ചയായ കൊലപാതകങ്ങൾ ഒരു സൈക്കോ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ കണ്ട പല കഥകളും പോലെ തന്നെ. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, സാധാരണപ്പെട്ട ആൾക്കാരെ അല്ല കില്ലർ കൊല്ലുന്നു. മരിക്കാൻ യോഗ്യതയുള്ളവര്, കൊലപാതകത്തിന് ഉചിതമായ ആൾക്കാർ, ക്രിമിനൽസ്, മറ്റുള്ളവരെ ഉപദ്രവിച്ച് കൊന്നിട്ട് വലിയ ജയിൽ ശിക്ഷ അനുഭവിക്കാത്ത വെരി ബാഡ് ക്രിമിനൽസ്, അവരെയാണ് ഈ കില്ലർ തേടിപ്പിടിച്ച് കൊല ചെയ്യുന്നത്. അപ്പൊ പിന്നെ നല്ല ആളല്ലേ, ഈ കഥയിലെ ഹീറോ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല. കൊലപാതകം എന്തായാലും കൊലപാതക. പോലീസുകാരുടെ കണ്ണിൽ അവനും ക്രിമിനലാ. അപ്പൊ അതാരായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ പുറപ്പെടുകയാണ് പോലീസുകാരനായ നമ്മുടെ ഹീറോയും കൂട്ടുകാരും. അപ്പോഴാണ് അവരറിയുന്നത്, ഇവർ വിചാരിച്ച അത്രയും നല്ലവനൊന്നുമല്ല അവൻ. അവന് കൊലപാതകം ഒരു ഹരമാണ്. താൻ മറ്റുള്ളവരെക്കാളും സുപ്പീരിയർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൊലപാതകം. ഒരു പ്രത്യേക തരം സൈക്കോ. മൊത്തം കഥ ഇവിടെ തന്നെ പറഞ്ഞു തീർത്താൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് സിനിമയ്ക്കകത്തേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ എക്സിക്യൂഷണർ എന്ന മൂവിയാണ്. ഇപ്പോ ഈ കഥയ്ക്കകത്തേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കാറ് നിറച്ചും പെണ്ണുങ്ങൾ വന്ന് എവിടെയോ ഇറങ്ങുന്നുണ്ട്. അവരെല്ലാം ഹാർദവമായി ഏതോ പുള്ളിക്കാർ ക്ഷണിക്കുന്നു. ഈ കൂട്ടത്തിൽ ഈ പച്ച കമ്പിളിക്കുപ്പായിട്ട പെണ്ണ് ഹീറോയുടെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാരിയാണ്. അവളുടെ കുപ്പായത്തിനകത്തൊരു ക്യാമറ കാണും. അവളെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ലിഫ്റ്റ് നേരെ ചെല്ലുന്നത് ഒരു ക്ലബിലേക്കാണ്, ഒരു ഇല്ലീഗൽ ക്ലബിലേക്ക്. ഇവിടെ വമ്പൻ വലിയ തോതിൽ ചൂതുകളി നടക്കുന്നുണ്ട്. ഗവൺമെന്റ് അറിയാതെ ഒരു ഗ്രൂപ്പ് ഇവിടെ വലിയ തോതിൽ ചൂതുകളി നടത്തുന്നുണ്ട്. അതിലേക്ക് നാട്ടിലെ അത്യാവശ്യം പണമുള്ള ആൾക്കാരൊക്കെ വന്ന് കളിച്ച് ആ ക്ലബിനും പണം കിട്ടും, അവരിലും ചിലർക്ക് പണം കിട്ടും പോകും. അങ്ങനെയൊക്കെ പരിപാടികൾ. ഈ പെണ്ണിനകത്ത് പറഞ്ഞു വിട്ട് നമ്മുടെ ഹീറോയും ചീഫും രണ്ട് കൂട്ടുകാരും കൂടെ പുറത്തൊരു വാനിൽ കാത്തിരിക്കുക. അവളവിടെ കളിച്ച് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെണ്ണ് ആളൊരു പുലിയ, അവൾക്കറിയാം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഇവര് പ്രശംസിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ കപ്പലിൽ നൂഡിലും വാരി തിന്നോണ്ടിരിക്കുക. കാര്യമായി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരുത്തൻ വളിയിടും. പിന്നെ ഇത് തിന്നാൻ പറ്റുമോ, ആരാടാ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെല്ലാം കപ്പ് മാറ്റി വയ്ക്കും. ചീഫ് മാത്രം നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് കഴിക്കുക. അപ്പൊ ക്യാപ്റ്റനാണ് പണിതത്. പുള്ളി മൂത്ത ആളായതുകൊണ്ട് തെറി പറയാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പോലീസുകാരി അകത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ലബിന്റെ ഓണർ കാണുന്നത്. പുള്ളിക്കാരൻ നോക്കുമ്പോൾ പുതിയ ഏതോ ഒരു പെണ്ണ്, അയാൾക്ക് സംശയമുണ്ട്. പുള്ളിക്കാരൻ മെല്ലെ ഇറങ്ങി വന്ന് അവിടുത്തെ പെണ്ണുങ്ങളോടൊക്കെ സംസാരിച്ചിട്ട്, മാഡം നിങ്ങളാരാ, നിങ്ങൾ ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് നമ്മുടെ പോലീസുകാരിയോട് ചോദിക്കും. പോലീസുകാരിയാണെങ്കിൽ അടിപൊളി ആക്ടറാ. അവൾ എന്നെ കണ്ടിട്ടില്ലെന്നോ, ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ, ഇവർക്കെല്ലാം എന്നെ അറിയാം, നിങ്ങൾ മറന്നതായിരിക്കും എന്ന് പറയും. പക്ഷെ ആ ക്ലബ് ഓണർ ഓൾറെഡി വില്ലനാ. അയാൾക്കറിയാം അവിടെ കയറി വരുന്ന ഓരോരുത്തരും ഏത് ടൈപ്പായിരിക്കുമെന്ന്. പുള്ളിക്കാരൻ ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അവൾ ഉടുപ്പിലുള്ള ആഭരണം പറിച്ചൂരി നോക്കും. അപ്പം അയാൾക്ക് മനസ്സിലാവും ഇത് ക്യാമറയാണെന്ന്. ഉടനെ ആ പെണ്ണിനെ പിടിച്ചിട്ട് ഇവൻ വിസിലടിക്കുക. വിസിലടിച്ചാൽ അവിടെയുള്ള എല്ലാ എവിഡൻസുകളും മറച്ചു മാറ്റി വലിച്ചെറിഞ്ഞ് ഉള്ള ആൾക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടോണം. അതാണ് സിഗ്നൽ. നമ്മുടെ നാട്ടിൽ പോലീസുകാർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ മുണ്ടും പൊക്കിയിട്ട് ചീട്ടുകളിക്കാർ ഓടില്ലേ, അതേ പരിപാടിയാണ് ഇപ്പൊ കാണിക്കേണ്ടത്. അകത്ത് പെണ്ണ് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ ഹീറോയിൻ ടീമും ബാക്കി പോലീസുകാരെ സെറ്റ് ചെയ്തിട്ട് ഇടിച്ചു കയറുകയാണ് ഈ ക്ലബിനകത്തേക്ക്. ക്ലബിലെ ആൾക്കാരാണെങ്കിൽ ജീവനം കൊണ്ട് ഓടുകയായിരിക്കും. അവിടെ കളിക്കാൻ വന്നവർ ഡോറൊക്കെ പലത് അടച്ചു വെച്ചിട്ടുണ്ട്. നിറച്ചും വീട്ടമ്മമാരും കാണും. കുറെ പേരെ പോലീസുകാർ പിടിച്ചു. ബാക്കിയുള്ളവര് ഈ ക്ലബിന്റെ പുറകു വശത്തോടെ രക്ഷപ്പെട്ട് ഓടാൻ നോക്കുക. അവിടുത്തെ ജീവനക്കാരും ഉണ്ട്. ഒപ്പം അതിന്റെ ഓണർ ഒരു പഴയ വില്ലനാ, വലിയ കുഴപ്പക്കാരനല്ല, എന്നാലും ഇല്ലീഗൽ ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു ചെറിയ ക്രിമിനൽ. അയാൾ പുറകു വശത്തൂടെ ഓടുക. ഹീറോ വിടത്തില്ല. ഹീറോ അയാൾ പോയ വഴി കൂടെ തന്നെ ചാടി പിടിക്കാൻ നോക്കുമ്പോൾ കൈ സ്ലിപ്പായി ഒരു സ്ഥലത്ത് തൂങ്ങി കിടക്കും. ഇത് കണ്ട് വില്ലന് തന്നെ സങ്കടാവും. ഇടോ താഴെ വീണ് ചാവല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കയറി പോയ. ഹീറോ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി വരുന്നുണ്ട്. എല്ലാവരും പേടിച്ചിരിക്കുക. ഹീറോ എങ്ങാനും വീണ് പോയാലോ. കയറി വരാൻ വേണ്ടി എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അവസാനം ഹീറോ കയറി വന്ന ഉടനെ ഈ ക്ലബ്ബിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പെണ്ണുങ്ങളെ ഓണർ കൈ കാണിച്ച്, പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു, ഇനി നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് സിഗ്നൽ കൊടുക്കും. അവരെല്ലാം വേറെ വഴി കൂടെ ഓടുക. ഓടി അവസാനം നേരെ വന്ന് പോലീസുകാരുടെ വാനിൽ കയറും. ഓരോരുത്തരായിട്ട് കയറി പറഞ്ഞ് എല്ലാവരെയും അവർ കയറ്റി. ഇനിയുള്ളത് മെയിൻ ഓണർ. ആ മണ്ടനെ പിടിക്കാൻ നോക്കി നമ്മുടെ പോലീസുകാരെ അടിച്ച് നിലത്ത് വീഴും. അവനാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ ഭാര്യയുടെ നേർക്ക് തന്നെ കത്തി കാണിച്ചിട്ട്, അടുത്ത് വന്നാൽ ഞാൻ ഇവിടെ കൊന്നുകളയും, എന്നെ വിട്ടോ, ഞാൻ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിച്ചോളാം.
പക്ഷെ ഹീറോയും കൂട്ടുകാരും അവൻ പറയുന്നൊന്നും മൈൻഡാക്കില്ല. ഇതിലാരാണ്, ഞാനാണോ നീയാണോ അവൻ അറ്റാക്ക് ചെയ്യാൻ പോണേന്ന് പറഞ്ഞിട്ട് അവർ ടോസ് ഇട്ട് നോക്കുക. അപ്പോൾ ഈ വില്ലന്റെ ഭാര്യ ചോദിക്കും, നിങ്ങൾ പോലീസുകാരനാണോടോ, വന്ന് പിടിക്കാൻ നോക്ക്, എന്തിനാ അത്തള പിത്തള കളിച്ചുകൊണ്ടിരിക്കണേ? അപ്പോൾ ഹീറോ പറയും, ഒരു പോലീസുകാരൻ്റെ ജീവിതത്തെക്കുറിച്ച് വല്ലതും അറിയാം നിങ്ങൾക്ക്? നിങ്ങളുണ്ടാക്കുന്ന പണത്തിൻ്റെ 10% പോലും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഒരു കുടുംബം എങ്ങനെ കഴിയുക? തൻ്റെ കയ്യിലെ കത്തി കൊണ്ട് ഒരു ചെറിയ കുത്തേറ്റാൽ മതി, ഞങ്ങൾക്ക് ഇൻഷുറൻസ് പണം കിട്ടും. ആ പണമെങ്കിലും വെച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ എക്സ്ട്രാ വീടോ കാറോ വാങ്ങിച്ചിടാലോ. അപ്പോൾ അതാരാ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ മത്സരിച്ച്. എന്തായാലും ഞാൻ ജയിച്ചിട്ടുണ്ട്, ഇനി താൻ എന്നെ കുത്തിക്കോ. ഇത്രയും കഷ്ടപ്പെട്ടതിന് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ചെയ്. ക്ലബ് ഓണർ ആകെ പകച്ച് നിൽക്കുക. ഇവന്മാരിതെന്താ പറയണമെന്ന് മനസ്സിലായിട്ടില്ല. ആ ഗ്യാപ്പിന് നമ്മുടെ കൂട്ടുകാരൻ കോട്ടെടുത്ത് വില്ലന്റെ മേത്തേക്കിട്ട് അവനെ ലോക്ക് ചെയ്യും. നമ്മുടെ പോലീസുകാരി ആരോടൊക്കെയോ ഉള്ള പക ഈ വില്ലന്റെ കവട്ടയ്ക്കടിച്ച് തീർക്കാണ്. ക്ലബ് ഓണറെ ഭാര്യയാണെങ്കിൽ അരുതേ, അയ്യോ അരുതേ, എല്ലാം പോയേന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ അവരെ ദാമ്പത്യ ജീവിതത്തിന് ഒരു അറുതി വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വിലങ്ങൊക്കെ വെച്ച് ബാക്കിയുള്ള പോലീസുകാർ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോകും. അപ്പം നടന്നു വരികയാണ് നമ്മുടെ 5 പേരും, ഈ കഥയിലെ നായകന്മാർ. അവർക്കൊരു ഇൻട്രോയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു പ്രൊഫസറെ കാണിക്കുന്നു. ഈ പ്രൊഫസറെ ഏതോ ഒരാൾ, ഏതൊരു തൊപ്പി വെച്ച് ചെറുക്കൻ വലിയൊരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ കെട്ടിവെച്ചിരിക്കുക. ക്യാമറയുണ്ട്. ഈ പ്രൊഫസർ അയാളുടെ ഒരു സ്റ്റുഡന്റിനെ സെക്ഷുവലി അസാൾട്ട് ചെയ്തു. ആ പെൺകുട്ടി പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവളാണ് ഈ പ്രൊഫസറെ പറ്റിക്കാൻ നോക്കിയത്, പണം തട്ടിയെടുക്കാൻ നോക്കിയെന്നും പറഞ്ഞ് ഈ പ്രൊഫസർ കേസ് വഴി മാറ്റി. വലിയ വലിയ വക്കീലിനെയൊക്കെ വെച്ച് ആ പെണ്ണിനെ കുറ്റക്കാരിയാക്കി മാറ്റി. അപ്പൊ നാട്ടുകാരും കോളേജിലെ ആൾക്കാരും ഈ പെൺകുട്ടിയെ പഴി പറയാൻ തുടങ്ങി. അയാൾക്ക് ശിക്ഷയും കിട്ടിയില്ല, ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. നാട്ടുകാരെല്ലാം ഈ പെൺകുട്ടിക്ക് എതിരായി അവൾ അപമാനിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ മനം നൊന്ത് ആ കോളേജ് ബിൽഡിങ്ങിന്റെ മണ്ടയെന്ന് ഈ പെൺകുട്ടി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഈ പെൺകുട്ടി മരിച്ച സമയത്താണ് പ്രൊഫസർക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അയാൾ അതൊന്നും മൈൻഡാക്കാതെ അയാളുടെ പ്രൊമോഷൻ ആഘോഷിക്കുകയായിരുന്നു. പാവം പെൺകുട്ടി തല അടിച്ച് ചെതറിയാണ് മരണപ്പെട്ടത്. ഇപ്പൊ പ്രസന്റിൽ കില്ലർ ആ പെൺകുട്ടി എവിടെ വെച്ചാണോ എങ്ങനെയാണോ മരണപ്പെട്ടത് അതേ വിധിയാണ് ഈ പ്രൊഫസർക്കും കൊടുക്കുന്നത്. അയാളെ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് തള്ളിയിട്ട് തല ചെതറിയ രീതിയിൽ കൊലപ്പെടുത്തി. പിറ്റേന്ന് അതായിരിക്കും ആ നാട്ടിലെ ഹോട്ട് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയ ക്രൂരനായ പ്രൊഫസർക്ക് ഹയേച്ചി എന്ന കില്ലർ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയാത്ത അയാൾ അർഹിക്കുന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതായിരിക്കും ന്യൂസിൽ എല്ലായിടത്തും സ്പ്രെഡ് ആവുക. ഹയേച്ചി എന്ന കില്ലർ, അതാണ് ആ കില്ലർക്ക് നാട്ടുകാർ കൊടുത്തിരിക്കുന്ന പേര്. പ്രത്യേകിച്ച് ഒരു യൂട്യൂബർ ഉണ്ട്, ഒരു വക്കീൽ യൂട്യൂബർ. അയാളാണ് ഈ ഹയേച്ചി എന്ന കില്ലറെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഈ കൊലപാതകം മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച കാമുകൻ, അയാൾ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു, എന്നിട്ട് വേറെ പെണ്ണിനെ കെട്ടി. അവന് കോടതിയിൽ നിന്ന് വലിയ ശിക്ഷയും കിട്ടിയില്ലായിരുന്നു. ഒരു 3 മാസമോ 6 മാസമോ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ ഹയേച്ചി എന്ന കില്ലർ ആ കാമുകന്റെ മുഖത്തും അതേപോലെ ആസിഡ് ഒഴിച്ച് അവനെ കൊന്നുകളഞ്ഞു. ആ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എവിഡൻസും ബാക്കി വെച്ചിട്ടില്ല. ഇപ്പൊ ഹീറോ ആ ഹയേച്ചി എന്ന കില്ലറെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യ കൊലപാതകം ഈ ഫോട്ടോയിൽ കാണുന്ന പനമുടിയൻ, അവൻ അവന്റെ അമ്മൂമ്മയെ കൊന്നിട്ട് മുഖത്തൊക്കെ സിഗരറ്റിന്റെ പൊള്ളലേൽപ്പിച്ചു. പക്ഷെ തെളിവ് കാര്യമായിട്ടില്ലാതെ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹയേച്ചി ഈ കില്ലറെ കണ്ടുപിടിച്ച് അവനെയും അതേപോലെ കൊന്ന് മുഖത്ത് സിഗരറ്റിന്റെ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 4 കൊലപാതകങ്ങൾ അതേപോലെയാണ് അവൻ ചെയ്തത്. ആദ്യ വിക്ടിം എങ്ങനെയാണോ കൊല്ലപ്പെട്ടത് അതേപോലെ ആ കില്ലറെ കൊന്നുകളയും. അപ്പൊ ഇവരെ ജനറൽ ചോദിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ മൊത്തം ഹയേച്ചി ഹയേച്ചി എന്ന് പറയുന്നുണ്ടല്ലോ ആൾക്കാർ, അതെന്താണ് സംഭവം, അവൻ ആരാണ്? ഇത് കേട്ട് ക്യാപ്റ്റൻ പറയും, ഹയേച്ചിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ കോടതിയിൽ ഒരു പ്രത്യേക രൂപമുണ്ടല്ലോ, സിംഹത്തിനെയും പുലിനെയൊക്കെ പോലെ, അതാണ് ശിക്ഷ വിധിക്കാനുള്ള സിമ്പല്. കൊമ്പൊക്കെ ഉണ്ട് അതിന്, കണ്ടിട്ടുണ്ടോ? ഇത് കേട്ട് ജനറൽ ചൂടാവും. ഞാൻ ഹയേച്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല നിന്നോട് ചോദിച്ചു, അതെനിക്കറിയാം. ആൾക്കാർ എന്തിനാണ് ഇവനെ ഹയേച്ചി എന്ന് പറയുന്നത്? ആരാണ് ഈ പേരുണ്ടാക്കിയത്? ഉടനെ ക്യാപ്റ്റൻ ആ പേരുണ്ടാക്കിയവനെ നമ്മുടെ ചെറുക്കനറിയാം, നീ അവൻ്റെ അടുത്ത് ഇനി പേരുണ്ടാക്കല്ലേ എന്ന് പറയട്ടോ. ജനറൽ ഉടനെ, നീ ആളെ കളിയാക്കണോടാ, ഞാൻ എൻ്റെ ചെരുപ്പെടുത്ത് തല്ലെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് തപ്പ. ഉടനെ ഹീറോ, എനിക്കറിയാം ആ പേരെടുത്ത് ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ദേഷ്യപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ യൂട്യൂബർ വക്കീലെ കാണിച്ചു കൊടുക്കും. വക്കീലാണ്, ഇയാളാണ് പുള്ളിക്ക് ഹയേച്ചി എന്ന് പേര് കൊടുത്ത്. ആ ആളറിയ കില്ലറിന് ഒരു പേരും കൊടുത്ത് അയാളെക്കുറിച്ചുള്ള ന്യൂസ് നാട് മുഴുവൻ പറഞ്ഞു പരത്തി ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് പുള്ളി. ഈ ക്രൈമിന്റെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടിട്ട് ജനറൽ പറയും, ഇതെല്ലാം ചെയ്തത് ഒരുത്തനാണെന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല, നമുക്കതിനുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. ഈ കേസിനെ കുറിച്ചെല്ലാം നാട്ടുകാർക്ക് അറിയുന്നതുകൊണ്ട് ചിലപ്പോൾ കോപ്പി ക്യാറ്റ് കില്ലേഴ്സ് ആവാം, ഒരാളോ ഒന്നിൽ കൂടുതൽ പേരോ ഉണ്ടാവാം. എന്തായാലും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടേ നമുക്കൊരു ന്യൂസ് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ജനറലായിട്ട് ആദ്യമായി ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്, അതുകൊണ്ട് എന്റെ മാനം നിങ്ങൾ കാക്കണം.
ഈ കേസ് വൃത്തിയായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹീറോയുടെ ടീമിന് ഈ കേസ് ജനറൽ ഏൽപ്പിക്കുകയാണ്. വൈകിട്ട് ഹീറോ വീട്ടിൽ വന്ന് ഈ വക്കീലാണ് എന്തൊക്കെയാ പറയണതെന്ന് കേട്ടുകൊണ്ടിരിക്കാവും. ആ സമയത്താണ് ഭാര്യ, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, മോൻ എന്തോ പ്രശ്നമുണ്ട് അവന്റെ സ്കൂളിൽ, അവനോട് ചെന്ന് സംസാരിക്കുക, എന്നോട് അവനൊന്നും പറയുന്നില്ല, കുടുംബത്തിലെ കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നും പറഞ്ഞ് ഭാര്യ ചീത്ത പറയാ. മോൻ എന്തോ കുഴപ്പമുണ്ട്, അവൻ നേരെ മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, മനസ്സിലെന്തോ വെച്ചുകൊണ്ട് നടക്കുക, ഇവരോട് പറയുന്നുമില്ല. ഹീറോ ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കും. വായോ നമുക്ക് കളിക്കാൻ പോവാം, രണ്ടുപേരും അടികൂടി കളിക്കാം, ഞാൻ ഒറ്റ കൈ ഉപയോഗിക്കുള്ളൂ, വാ വാ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നും പറഞ്ഞ് കതക് മുട്ടുന്നുണ്ട്. അവൻ കതക് തുറക്കുന്നില്ല. അപ്പോഴാണ് ചീഫ് അർജന്റായിട്ട് ഹീറോയെ വിളിക്കുക. രാത്രി സമയം നല്ല തണുപ്പുണ്ട്. അവൻ തണുത്ത് വിറച്ച് ഓടി വന്ന് ചീഫിന്റെ കാറിൽ കയറും. പക്ഷെ കാർ ഓഫാക്കിയിട്ടിരിക്കുക, ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. താൻ എന്തൊരു മനുഷ്യനാടോ, ഹീറ്റർ എന്താ ഓണാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പെട്രോളിന് ഭയങ്കര വിലയാണെന്ന് പറയും ക്യാപ്റ്റൻ. എന്നാൽ പിന്നെ ഇലക്ട്രിക്കിക്ക് മാറിക്കൂടെ, വാങ്ങുന്ന പൈസയൊക്കെ പൂത്തിവെക്കുകയാണ്, ഇപ്പം എന്തിനാ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും, നീ ന്യൂസ് കണ്ടായിരുന്നോ? അതാ ഞാൻ കണ്ടു. ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ കച്ചറുണ്ടാക്കുന്നത്, മോൻ എന്തൊക്കെയോ കുഴപ്പമുണ്ട് അത്ര സ്കൂളിൽ. അത് കേട്ട് ചീഫ് പറയും, കുട്ടികളുടെ പ്രശ്നം സാധാരണയായിട്ട് എടുക്കാൻ പാടില്ല, സ്കൂളിൽ എന്തെങ്കിലും വലിയ ഇഷ്യൂ ഉണ്ടെങ്കിലോ അവനോട് ചെന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്, എന്നാൽ പിന്നെ ഞാൻ ചെന്ന് സംസാരിച്ചോട്ടെ. ചീഫ്, ശരി അത് വിട്, വെറുതെ കുടുംബകാര്യം എടുത്ത് തലേ വെക്കണ്ട, നമുക്ക് ജോലിയുണ്ട്, അത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. സംഭവം ഒരു ലോക്കൽ റൗഡി, അവൻ കുറച്ച് നാൾ മുന്നേ അറസ്റ്റിലായിരുന്നു. ഹീറോയ്ക്ക് ആ റൗഡി അറിയാം. പണ്ടൊരു കേസിൽ ഹീറോ അവനെ പൊതിരെ തല്ലിയതാ. അതൊക്കെ കഴിഞ്ഞ് ഈ റൗഡി ഒരു കുടുംബസ്ഥനായിട്ട് വഴക്കുണ്ടാക്കുകയായിരുന്നു. അതിനിടയിൽ അവന്റെ ഭാര്യയെ ഇയാൾ തള്ളിയിട്ടു. ഈ തള്ളിയിട്ട പെണ്ണ് തലയിടിച്ചാണ് വീണത്. വയറ്റിലൊരു കൊച്ചുണ്ടായിരുന്നു. ആ ലേഡിയും മരണപ്പെട്ടു, വയറ്റിലെ കുഞ്ഞും മരണപ്പെട്ടു. എന്നാൽ ഈ റൗഡിക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടിയില്ല. കൊല്ലാനുള്ള ഇന്റൻഷൻ ഇല്ലാതെ അബദ്ധത്തിൽ മരണം സംഭവിച്ചാണെന്നും പറഞ്ഞ് ഒരു 2 വർഷത്തെ തടവിൽ പുള്ളിക്കാരൻ പുറത്തു വന്നു. പക്ഷെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു അമ്മയും കുഞ്ഞുമല്ലേ. ആ അച്ഛൻ പാവം ഒരുപാട് ഗവൺമെന്റിനോട് പോരാടി നോക്കി. അവസാനം ഒന്നും പറ്റാതെ തന്റെ മൂത്ത കുഞ്ഞുമായിട്ട് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയിട്ട് ആ തെണ്ടിക്ക് 2 വർഷത്തെ ശിക്ഷ കിട്ടിയുള്ളൂ. ഇപ്പൊ ഈ വീഡിയോ കാണിക്കാനുള്ള കാരണം എന്താ? അത് കേട്ട് ചീഫ് പറയും, ഇവന്റെ ന്യൂസ്, ഈ റൗഡിയുടെ ന്യൂസ് സോഷ്യൽ മീഡിയ വൈറലായപ്പോൾ നാട്ടുകാരെല്ലാം ഹൈച്ചിയോട് ചോദിക്കുകയാണ് അവനെ കൊന്നുകളയുമോ. ഹീറോ പറയും, അത് നല്ലതല്ലേ, ഇങ്ങനത്തെ ഒരു നാറെ കൊല്ലുന്നതാണ് ശരി. അപ്പൊ ചീഫ്, എന്നാൽ നമ്മുടെ ജോലി അതല്ല, ഇനി ഹയേച്ചി എങ്ങാനും കൊല്ലാൻ വന്നാൽ അവന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് മോളിയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. മോളിലോ ആര്? ദൈവമല്ല, ബോസ്. നമ്മുടെ ബോസ് പറഞ്ഞിരിക്കുകയാണ് അവന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവൻ നാളെയാണ് റിലീസാവുന്നത്. ഹീറോയ്ക്ക് ഉടനെ ദേഷ്യം വരും. അങ്ങനെ ഒരു നാറിക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഞാൻ വരൂല, അതിലും പേര് ഞാൻ റിസൈൻ ചെയ്യും, എനിക്ക് ഈ പണി വേണ്ട, അവന് കൊടുക്കില്ല ഞാൻ പ്രൊട്ടക്ഷൻ. വേണമെങ്കിൽ 2 ചവിട്ട് കൊടുക്കാം, പക്ഷെ പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വേറെ വഴിയില്ല, പോലീസിന് മോളിന്ന് കൊടുക്കുന്ന ഡ്യൂട്ടി അനുസരിച്ചേ പറ്റൂ. സോ അടുത്ത സീനിൽ ഹീറോയും കൂട്ടുകാരെല്ലാവരും കൂടെ ഈ വില്ലൻ റിലീസായി വരുന്ന ജയിലിന് മുന്നിൽ കാവല് നിൽക്കുക, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി. അയാളും സുന്ദരക്കുട്ടപ്പനായി ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇവർക്കൊരു വണക്കമൊക്കെ പറയും. ഇവരവനെയും കയറ്റി അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കാർ ഓടിച്ചു വരുന്നു. ഇവരെത്തുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നാട്ടുകാർ പ്ലക്കാർഡും വെച്ച് മൊട്ടയെറിഞ്ഞ് അവിടെ കാത്തിരിപ്പുണ്ട്. കാരണം ഇപ്പോൾ ഹയേച്ചി കൊല്ലാൻ നിൽക്കുന്ന ക്രിമിനലാണ്, അടുത്ത ടാർഗറ്റാണ് ഇവൻ, ഇവനെ കണ്ട് 2 തെറി പറയണമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരവിടെ കാത്തിരിക്കുക. കുറെ യൂട്യൂബേഴ്സും ഉണ്ട്. അതിൽ ഒരു യൂട്യൂബർ ഹയേച്ചി വരുന്നതിന് മുന്നേ ഈ ക്രിമിനലിനെ ഞാൻ തന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് കത്തിയൊക്കെ കാണിച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇവര് കാറ് നിർത്തി ആളെ പുറത്തിറക്കാൻ പറ്റുന്നില്ല, അത്രയും തിരക്ക്. ഹീറോ കൂട്ടുകാരി കൊളീഗിനോട് പറയും, നീ പെണ്ണല്ലേ, ഇറങ്ങി വഴി ഒതുക്ക്, നിന്നെ കാണുമ്പോൾ ആൾക്കാർ മാറിത്തരും, പെണ്ണായതുകൊണ്ടൊന്നും ചെയ്യില്ല, ധൈര്യമായിട്ട് ഇറങ്ങിക്കോന്നും പറഞ്ഞ് അവളെ ഇറക്കും. പെണ്ണ് ഇറങ്ങിയ ഉടനെ അവളുടെ മോന്തയ്ക്ക് മൈദമാവ് എറിയുന്നുണ്ട് കുറെ പേര്. എനിക്കിത് വേണോടാ എന്ന് പറഞ്ഞ് അവൾ കാറുമ്പം കിട്ടിയ ഗ്യാപ്പിന് ഹീറോ ഈ റൗഡീനെയും പൊക്കി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാലും നാട്ടുകാർ വിടില്ല. എല്ലാവരും ചുറ്റും കൂടെ ചേർന്നിരുന്ന് വലിച്ചോണ്ടിരിക്കുക 4 ഭാഗത്തേക്ക്. ആ സമയത്ത് കത്തി പിടിച്ചുകൊണ്ട് വരുന്ന യൂട്യൂബർ, ഞാൻ ഇപ്പൊ കുത്തി കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് വീഡിയോയിലൂടെ വീരവാദം പറയുന്നുണ്ടാവും. അയാൾ വെറുതെ പറയുന്നേ ഉള്ളൂ, ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി. പക്ഷെ ഈ കത്തി ആട്ടി വരുന്നത് കണ്ടിട്ട് ഒരു സുന്ദരനായ പോലീസുകാരൻ യൂട്യൂബറെ കൈ പിടിച്ച് മടക്കി വലിച്ചെടുത്ത് കാറിലടിക്കും. അവന്റെ ആക്ഷനും കത്തി തട്ടിപ്പറിക്കുന്നൊക്കെ കണ്ട് ഹീറോ ഇംപ്രസ് ആവുന്നുണ്ട്. ആരാടാ ഈ ചെറുക്കൻ, സെറ്റാണല്ലോ, എന്റെ ചെറുപ്രായത്തിൽ എന്നെ കണ്ടതുപോലുണ്ട്. ആ റൗഡിയെ സേഫായി വീടിനകത്തേക്ക് കയറ്റിയിട്ട് വൈകിട്ട് ഡിന്നറിന് ഹീറോ ആ പോലീസുകാരൻ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തും. നീ ആള് കൊള്ളാലോ, എവിടുന്ന് ഇതൊക്കെ പഠിച്ചത്? ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ പോലീസുകാരൻ ഇതിനു മുന്നേ തെരുവിലെ റൗഡീസം കാണിച്ചൊരുത്തനെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോയും ഇവർ കാണുന്നുണ്ടാവും. ഇവനൊരു പെട്രോൾ പോലീസുകാരനാ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അടിപിടി കേസുകളിലൊക്കെ ആള് വലിയ ഫേമസ് ആ നാട്ടില്. നീ ആള് കൊള്ളാലോടാ, ഇത്രയും രസമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ജോയിൻ ചെയ്തൂടെ, ഞങ്ങൾക്ക് വലിയ ഉപകാരമാവും, നിനക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇത് കേട്ട് പോലീസുകാർ പറയും, അവൻ സന്തോഷമായിട്ട് പെട്രോളും ചെയ്ത് ജീവിച്ചോട്ടെ, നമ്മുടെ ഹോമിസൈഡ് കേസുകൾ
കേസുകളൊന്നും അവന്റെ തലേ കെട്ടണ്ട, ചെറുപ്പക്കാരനാ, കുറച്ചു കാലം കൂടെ ജീവിക്കണ്ടേ. ഇത് കേൾക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറയും, എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളെ കൂടെ ചേരാൻ. നിങ്ങൾ ക്രിമിനൽസിനെ പിടിക്കനെ കണ്ടിട്ടാണ് ഞാൻ പോലീസിൽ തന്നെ ചേർന്നത്. എനിക്ക് പോലീസിൽ ചേരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവും. എന്നെ കണ്ടിട്ടോ, നിന്റെ റോൾ മോഡൽ ഞാനാ? അത് ശരി, എന്നെയും നിന്നെയും കാണാൻ ഒരുപോലെയുണ്ട്. എൻ്റെ അനിയനാണെന്ന് പറയൂ നിന്നെ കാണുമ്പോൾ. ശരി, എന്തായാലും ഞങ്ങൾക്ക് ആവശ്യം വരുവാണെങ്കിൽ നീ ഉറപ്പായിട്ട് ഞങ്ങളുടെ ടീമിൽ ചേരണം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഒരു ചേസ് അടിക്കുന്നു. ആ സമയത്താണ് ഹീറോയ്ക്കൊരു ഫോൺ കോൾ വരുന്നത്. നിങ്ങൾ വൂജിന്റെ ഫാദറല്ലേ, നിങ്ങളുടെ മകനൊരു കുഴപ്പമുണ്ട്, ഞങ്ങൾ പോലീസുകാരാണ് വിളിക്കുന്നത്. ഉടനെ ഹീറോ ദേഷ്യപ്പെടും. ഏതവനാടാ ഈ നേരത്ത്? എത്ര പണം നിനക്ക് വേണ്ടത്? നിന്നെപ്പോലെ ഒരുപാട് പറ്റിപ്പീരുകാരെ ഞങ്ങൾ ഡെയിലി കാണുന്നു, വെച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഹീറോ കോൾ കട്ട് ചെയ്യും. അയാളിതാ വീണ്ടും വിളിക്കുന്നു. ഹീറോ കോൾ എടുത്തിട്ട് പറയാണ്, ഞാനൊരു പോലീസുകാരനാടോ, മനസ്സിലായില്ലേ? എന്നിട്ട് എന്നോട് പോലീസുകാരനാണ്. കൂടെയുള്ള കൂട്ടുകാരും പറയും, ഞങ്ങൾ എല്ലാവരും പോലീസുകാരാ, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ എതിർഭാഗത്ത് കോൾ വിളിച്ച ആള്, സാർ ഞങ്ങൾ പറയുന്നത് കേൾക്കൂ, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ കോൾ വിളിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ പറയുന്നത് സത്യമാണ്, കോൾ എടുക്കുമെന്ന് പറയും. ഇവരിനി സത്യമാണെങ്കിലോ എന്ന് വിചാരിച്ച് കോൾ എടുത്ത് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു ശരിയാ, ഒരുപാട് പോലീസുകാർ ഹീറോയുടെ വീടിന് മുന്നിൽ നിൽപ്പുണ്ട്. പോലീസുകാർക്ക് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ കോൾ കിട്ടിയിരിക്കുന്നു. ഹീറോ പേടിച്ച് കൂട്ടുകാരെയും കൊണ്ട് ഓടി വീട്ടിലേക്ക് വരികയാണ്. നിറച്ച് ഫയർ ആൻഡ് സേഫ്റ്റി ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ. കതക് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കുന്നില്ല. ആ സമയത്ത് തന്നെ ഭാര്യ അവിടെ എത്തിക്കഴിഞ്ഞു. നീ ഇത്ര നേരം എവിടെ പോയിടെന്ന് ചോദിച്ചിട്ട് ഹീറോയും ചൂടാവുന്നുണ്ട്. പുള്ളിക്കാരി ഏതോ ഒരു സോഷ്യൽ സർവീസിലായിരുന്നു. എങ്ങനെയൊക്കെ ഇവര് കതക് തല്ലി പൊളിച്ച് അകത്തേക്ക് കയറും. കയറി നോക്കുമ്പോണ്ട് മോൻ പുതച്ച് മൂടി കിടക്കുക. അവൻ ഒരു കുഴപ്പമില്ല. നീ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ത് കാണിച്ചു, ഞാൻ കിടന്നുറങ്ങിയായിരുന്നു എന്ന് പറയാൻ ഹീറോ ദേഷ്യപ്പെട്ട് അവന്റെ മുടി പിടിച്ച് വലിച്ചെടുത്ത് അടിയാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭാര്യ ഒച്ച വെച്ച് ഹീറോയെ തല്ലി, മോനെയും തല്ലി, മനുഷ്യരെ പേടിപ്പിച്ച് കൊലയ്ക്ക് കൊടുക്കലോടാ നീ എന്ന് പറഞ്ഞ് കരയവര്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ, ഇതേതോ കുടുംബ പ്രശ്നം തോന്നുന്നുണ്ട്, കുഴപ്പമില്ല, പിള്ളയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ, നിങ്ങളെല്ലാവരും തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ബാക്കി എല്ലാ പോലീസുകാരെയും പറഞ്ഞു വിടും. പിറ്റേന്ന് മോന്റെ സ്കൂളിലൊരു മീറ്റിംഗ്. ഹീറോ ചെല്ലുന്നു. സംഭവം, മോൻ ആത്മഹത്യ ചെയ്യാൻ തോന്നി, എന്നിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറഞ്ഞൊരു എമർജൻസി നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ നമ്പറിലേക്ക് അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, പോവുകയാണെന്നൊക്കെ. അതുകൊണ്ടാണ് പോലീസുകാർ അങ്ങോട്ട് പാഞ്ഞെത്തിയത്. ഇപ്പൊ ആ വിഷയവുമായിട്ട് സംസാരിക്കാനാണ് ഹീറോ ഭാര്യയും കൂട്ടി സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അവിടുത്തെ എച്ചം പറയും, എന്തായാലും അവൻ സൂയിസൈഡ് ചെയ്യാതെ ഹോട്ട് ലൈനിൽ വിളിച്ചു പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ അവന്റെ മനസ്സിന് ശക്തിയുണ്ട്, ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് ഭാഗ്യമായി. ഇപ്പൊ ഈ സ്കൂളാണ് പ്രശ്നമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ഫർ തരാം, നിങ്ങൾ വേറൊരു സ്കൂളിലേക്ക് പോയിക്കോളൂ എന്ന് എച്ചം പറയും. അപ്പൊ ഹീറോ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, എന്റെ മോൻ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ചെയ്യപ്പെട്ട ആൾക്കാരെ ഈ സ്കൂളിൽ നിന്ന് മാറ്റാന്നല്ലാതെ എന്റെ മോന് ടീസി തന്നുവിടെ, നിങ്ങൾ എന്ത് വർത്താനാണ് പറയണമെന്ന് ചോദിച്ചിട്ട് ഹീറോ ചൂടാകും. അപ്പൊ ഈ ബുള്ളി ചെയ്തു എന്ന് പറയുന്ന മറ്റേ കൊച്ചിന്റെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ട്. അവര് പറയാണ്, നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങളുടെ മോനെയോ? അവനൊരു പാവാണ്, നിങ്ങളുടെ മോനാണ് ഉപദ്രവിച്ചതെന്ന് പറഞ്ഞ് അവര് വഴക്കിടുക. അപ്പൊ ഈ മോനെ പഠിപ്പിക്കുന്ന, ഹീറോയുടെ മോനെ പഠിപ്പിക്കുന്ന മാഷ് ആ പയ്യന്റെ കൗൺസിലിംഗ് റെക്കോർഡ് കാണിക്കും. സാർ ഇത് നോക്കൂ, LP സ്കൂൾ മുതൽ നിങ്ങളുടെ മോൻ ഒരുപാട് തവണ അടിയുണ്ടാക്കിയിട്ടുണ്ട്, സ്കൂൾ വയലൻസിൽ ഉണ്ടവൻ. ആക്ച്വലി നിങ്ങളുടെ വയലൻസ് ആണ് കുഞ്ഞിലേക്ക് പ്രതിപാദിച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്നാ സാറ് പറയും. ഉടനെ ഹീറോ അപ്സെറ്റായി പോവാ. ഞാനൊരു പോലീസുകാരനാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, എൻ്റെ ലൈഫിൽ ഒരുപാട് വയലൻസ് ഉള്ളതാണ്. പക്ഷെ അത് പറഞ്ഞ് ഹീറോയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹീറോയുടെ ലൈഫിൽ വയലൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് മകനിലേക്കും പകർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനെതിരെ പറയാൻ ഹീറോയ്ക്ക് സാധിക്കുന്നില്ല. പുള്ളി സൈലന്റ് ആയി പോവാ. ആ സമയത്താണ് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് കോൾ വരുന്നത്. സംഭവം, ഈ ഹയേച്ചി എന്ന് പറയുന്ന കില്ലർ ലാസ്റ്റ് ആ പ്രൊഫസറെ കൊന്നില്ലേ, അതിന്റെ വീഡിയോ വൈറലാക്കിയിട്ടുണ്ട്. അത് ആ വക്കീൽ യൂട്യൂബർക്ക് കൊടുത്തിട്ട് വൈറലാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹീറോയുടെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ലേ ആ ക്രിമിനൽ, അയാളെയും കൊന്നുകളയെന്ന് പറഞ്ഞ് ഒരു ഡെത്ത് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ആ കില്ലറെ പിടിക്കണമെന്ന് പറഞ്ഞ് മേലേന്നുള്ള പ്രഷറുണ്ട്, നമുക്ക് ഉടനെ വർക്കിന് ഇറങ്ങണം എന്ന് പറയും ക്യാപ്റ്റൻ. അപ്പൊ ഹീറോ, നമ്മൾ ഇത്രയും പേരെ കൊണ്ട് മാത്രം തികയില്ല, നമുക്ക് വേറെയും ജോലികൾ ഉള്ളതല്ലേ, റീഎൻഫോഴ്സ്മെന്റിന് കൂടുതൽ ആൾക്കാർ വേണം. അതിന് ക്യാപ്റ്റൻ പറയും, ഈ കേസ് കിട്ടി തന്നെ ഭാഗ്യം, ഇനി കൂടുതൽ ആൾക്കാരെ ചോദിച്ചാൽ വേറെ ഡിപ്പാർട്ട്മെന്റിന് കേസ് കൈമാറിപ്പോ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുമ്പം ഹീറോ, എന്നാ പിന്നെ ആ അടിയുണ്ടാക്കിയ പയ്യനില്ലേ, പെട്രോളുള്ള പയ്യൻ, അവനെയെങ്കിലും വിളിച്ച് വരാൻ പറ, നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവും. അത് കേട്ട് ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, നീ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ, ഇപ്പം എന്താ പറ്റിയത്? പയ്യന്റെ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം നീ ആകെ അപ്സെറ്റാ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. സംഭവം, ഹീറോ ഇനി വയലൻസ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് മാറാൻ വേണ്ടിയാണ് പുതിയ പയ്യനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. ആ നേരത്ത് മോനെയും കൊണ്ട് അമ്മ സൈക്കോളജി കൗൺസിലിങ്ങിന് വന്നിരിക്കാവും. അപ്പൊ മോൻ ആ ക്രിമിനലിന്റെ വീഡിയോ കാണുന്നുണ്ട്, ആ ഗർഭിണി പെണ്ണിനെ കൊന്ന ഹയേച്ചി ടാർഗറ്റ് ചെയ്ത ആളുടെ വീഡിയോ. ആ വീഡിയോയ്ക്ക് താഴെ ഒരു പോളിംഗ് നടക്കുന്നുണ്ടാവും ഈ വക്കീലിന്റെ വക. ആളെ കൊല്ലണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ വോട്ട് ചെയ്ത് പറയുക. അതിൽ നമ്മുടെ മോൻ ആളെ കൊല്ലണം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചെറിയ സംശയം വരാം, സ്വാഭാവികം. അത് കഴിഞ്ഞന്ന് വൈകിട്ട് ഈ റൗഡിയുടെ വീടിന് ചുറ്റും ആൾക്കാരാ, പത്രക്കാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. റൗഡിയെ സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. അതിനുവേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഹീറോയുടെ ടീം, പോലീസുകാരും ഒപ്പം ആ പുതിയ ചെറുക്കനും പെട്രോൾ ചെറുക്കനും വന്നിട്ടുണ്ട്.
ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു കാറിനകത്ത് ഈ റൗഡീനെ മുഖം മൂടി കയറ്റി കൊണ്ടുപോകും. കുറെ നാട്ടുകാരും യൂട്യൂബേഴ്സും അതിന് പുറകെ പോകുന്നുണ്ട്. അപ്പൊ ഇവര് പോണ തക്കം നോക്കി ഹീറോ രണ്ടാമത്തെ കാറിൽ ശരിക്കുള്ള റൗഡീനെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഇതാണ് ശരിക്കുള്ള റൗഡി, ഈ കാറിന് പുറകെ പോവാന്ന് പറഞ്ഞ് അതിന് പുറകെ ബാക്കിയുള്ളവർ പോകും. പക്ഷെ ഇവിടെ ഹീറോ അതിബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ 2 കാറിലും ആളെ മാറ്റിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒന്നില് ക്യാപ്റ്റനും മറ്റൊന്നില് കൂട്ടുകാരനും. ഈ 2 കാറിന് പുറകെ ആൾക്കാർ പോയി കഴിയുമ്പോൾ ആരുമില്ലാത്ത സമയം നോക്കി നമ്മുടെ കൊച്ചു പയ്യന്റെ അടുത്ത് ഈ റൗഡീനെയും കൊടുത്ത് വേറൊരു കാറിലാണ് അവനെ സേഫ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാരും കാണുന്നില്ല എന്ന് ഇവർ വിചാരിക്കുമെങ്കിലും ഒരു സ്പോർട്സ് കാരൻ ഇത് കാണുന്നുണ്ട്. അവൻ ഇവരെ നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചന്തക്കാരൻ പെട്രോൾമാൻ ഈ റൗഡീനെയും വിളിച്ച് സേഫ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഹീറോയും ബാക്കിയുള്ളവരുണ്ടാവും. അവനെ റൂമിൽ വിട്ടതിന് ശേഷം ബാത്റൂമിന് തൊട്ടുള്ള ഡോറ് ചന്തക്കാരൻ ക്ലോസ് ചെയ്തിട്ട് കീ കയ്യിൽ തന്നെ വെക്കുന്നുണ്ട്. ആ ഡോറ് വഴി പുറത്തേക്ക് പോകാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ പൂട്ടിട്ട് ലോക്ക് ചെയ്യുന്നത്. ഇപ്പൊ റൗഡി റൂമിന് സൗകര്യം പോരാ, ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതിപ്പെടും, പോയി പൊറോട്ടയും ചിക്കനും വാങ്ങിയിട്ട് വന്ന് ഹീറോയോട് നെകളിപ്പോടെ പറയുമ്പോൾ നിനക്ക് വയറുണ്ടെങ്കിലല്ലടാ തിന്നാൻ തോന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ വയറിനിട്ട് തന്നെ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഭാര്യയുടെ കോൾ വരും. സ്കൂളിലൊരു വയലൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവര് മോനെ നോട്ടോട്ട് വെച്ചിരിക്കുക, എപ്പോൾ വേണമെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്കാം. ഇതും കേട്ട് ഹീറോ തലപുണ്ണായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ചന്തക്കാരൻ വന്ന് സാറിന് എങ്ങനെ വീട്ടിൽ പോവുക, ഞാൻ തന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവന്റെ കാറിൽ അങ്ങേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴി ഹീറോ പറയുന്നുണ്ട്, ഈ ടീനേജ് പയ്യന്മാരെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല ഈ കാലഘട്ടത്തെ പിള്ളേർ. എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടുന്നില്ലെന്നേ. അവന്റെ കുഴപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ പട്രോൾ പോലീസുകാരൻ പറയും, ഇന്നത്തെ പിള്ളേരെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഫോണിനകത്ത് എന്താണെന്ന് അറിയണം, അല്ലാതെ ചോദിച്ചാലൊന്നും പറയില്ല. എനിക്കൊരു കൂട്ടുകാരനറിയാം, അവൻ വേണമെങ്കിൽ മോന്റെ ഫോൺ ക്ലോൺ ചെയ്തു തരും. അവൻ എന്തൊക്കെയാണോ ആ ഫോണിൽ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് കാണാം, കേൾക്കാം, അറിയാൻ പറ്റും. അങ്ങനെ ചെയ്തു തരണമെന്ന് ചോദിക്കുന്നുണ്ട് അവൻ. ഇപ്പം ആവശ്യമില്ല, വേണ്ടപ്പം ഞാൻ പറയാമെന്ന് പറയും ഹീറോ. അപ്പോഴാണ് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു കോള് വരുന്നത്. ഭാര്യ ഇപ്പോൾ വീട്ടിലല്ല, വീടിനടുത്തുള്ള ഒരു ഷോപ്പിലാണ്. അവിടെ എന്തോ ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന. അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഭാര്യ വിളിച്ചിട്ടുണ്ടാവുക. ഹീറോ ആ ഷോപ്പിലേക്ക് ചെന്നിറങ്ങിയിട്ട് ഈ ചെറുപ്പക്കാരനോട്, നീ പോയിക്കോ, ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വീട്, എനിക്കിവിടെ ചെറിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാണ്. അവൻ പോയി കഴിയുമ്പോൾ ഭാര്യയോട്, നീ എന്തിനാണ് എന്നെ വിളിച്ചെന്ന് ചോദിക്കും ഹീറോ. ഭാര്യ ഹീറോയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഇവര് സേഫ് ഹൗസിൽ കൊണ്ടുപോയ റൗഡിയുടെ വീഡിയോ ആണത്. ആ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ യൂട്യൂബർ വക്കീല് ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട് അവന്റെ ചാനലിൽ. അതിലവൻ മോശപ്പെട്ട വ്യക്തികൾ, മരണത്തിന് അർഹരായ വ്യക്തികളുടെ ഡീറ്റെയിൽസ് കൊടുക്കും. അവരെ കൊല്ലണോ വേണ്ടിയോന്ന് ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. അതിൽ പുതുതായി ഒരു ലേഡിയുടെ ബയോ ഡീറ്റെയിൽസ് അവൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം, ഒരു ലേഡി കുറച്ച് പ്രായമായ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു. അയാളുടെ പേരിൽ $70,000 ഇൻഷുറൻസ് തുകയുണ്ടായിരുന്നു. ഈ ഇൻഷുറൻസ് ഏജന്റും ഈ പെണ്ണും തമ്മിൽ അവിഹിത ബന്ധം. സോ 2 പേരും കൂടെ തീരുമാനിച്ച് അവളുടെ ഭർത്താവിനെ കൊലപ്പെടുത്താണ്. എന്നാൽ കോടതിയിൽ ഈ കേസ് തെളിഞ്ഞില്ല. ആള് മരണപ്പെട്ടു. ആ ഇൻഷുറൻസ് തുകയുമായി ഏജന്റും ഭാര്യയും ഒളിച്ചോടി. ഇത്രയും നീചയായ സ്ത്രീയെ അവള് ഭർത്താവിനെ കൊന്ന് അതേപോലെ കൊല്ലണ്ടേ? എല്ലാവരും വോട്ട് ചെയ്യൂ, ഹയച്ചിയോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ സബ്സ്ക്രൈബേഴ്സിനോട് വോട്ടിങ് ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഭാര്യ പറയും, ഇവൻ പറയുന്നതെല്ലാം പച്ചക്കള്ള, അവന്റെ യൂട്യൂബ് വ്യൂസിന് വേണ്ടിയും ഡൊണേഷന് വേണ്ടിയും പറയുന്ന അവൻ. അതിൽ അവൻ കാണിച്ചു കൊടുത്ത ആ നീചയായ സ്ത്രീയാണ് ഈ പെട്ടിക്കട നടത്തുന്ന പെണ്ണ്. പാവത്തിന്റെ 2 പെൺപിള്ളേരുണ്ട്. വളരെ ദാരിദ്ര്യമായ അവസ്ഥയാണ്. ഇൻഷുറൻസ് പണമൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരിച്ചെടുത്തു. പിന്നെ ഇൻഷുറൻസ് ഏജന്റ് അതൊരു ലേഡി ആയിരുന്നു. ഈ വക്കീല് തേണ്ടി തോന്നിയാസം മുഴുവൻ പറഞ്ഞ് പരത്തിയിരിക്കുക. അതുകൊണ്ട് നാട്ടുകാരിൽ പലരും ദേഷ്യപ്പെട്ട് ഈ പെണ്ണിന്റെ കടയ്ക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് എല്ലാം പൊട്ടി താർന്നിട്ടുണ്ട്. അതിൽ പേടിച്ചിരിക്കുകയായിരുന്നു ആ പെണ്ണ്. അതുകൊണ്ടാണ് ഹീറോയുടെ ഭാര്യയെ വിളിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറയുന്നത്. കാരണം ഭാര്യ സോഷ്യൽ സർവീസ് ആണല്ലോ. ഹീറോ ഈ വക്കീലിന്റെ വീഡിയോ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് മനസ്സിലാവുക, ഇവനെ പഴയൊരു കേസിൽ ഹീറോ പിടിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയ കേസിൽ. അന്ന് എങ്ങനെയോ അവൻ സ്ലിപ്പായി രക്ഷപ്പെട്ടു പോയതാ. ആളൊരു വളരെ വൃത്തിയുള്ള നാറിയാണ്. ഇപ്പൊ ഹീറോ ആ ലേഡിയെയും കുട്ടികളെയും സമാധാനിപ്പിച്ച്, പേടിക്കണ്ട, ഞാൻ 2 പോലീസുകാരെ ഇവിടെ കാവൽ നിൽക്കാൻ പറയാം, ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അതേപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എമർജൻസി ബട്ടൺ അമർത്തിയാൽ മതി, പോലീസ് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, പേടിക്കണ്ട എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികൾക്ക് ഒരു ഹൈഫൈവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് ഹീറോ തിരിച്ച് വീണ്ടും സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ സമയം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരം ഹീറോയുടെ മോനെ സഹപാഠികൾ തല്ലുന്നൊരു വീഡിയോ നമ്മുടെ സുന്ദരം പോലീസ് കാണുന്നുണ്ട്, ചെറുപ്പക്കാരൻ. അപ്പോഴാണ് ഹീറോയും കൂട്ടുകാരും വരിക ഭക്ഷണം കഴിക്കാൻ. ഇവൻ ആ വീഡിയോ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ല. ഇവനിൽ എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ളതായിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യും. ആ സമയത്താണ് ഇവരെല്ലാവർക്കും, എല്ലാ പോലീസുകാർക്കും ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. സംഭവം, ഇന്ന് രാത്രി ഹൈച്ചി പ്രത്യക്ഷപ്പെടും, അതായത് ആ കില്ലർ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ് നമ്മുടെ കള്ളൻ വക്കീല് ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ക്രിസ്മസ് പൂര, ആ നാട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു മെഗാ മേളയുണ്ട്, അവിടെ ഹൈച്ചി പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ന്യൂസ് ഇറക്കിയിട്ടുള്ളത്. ഹീറോയും ബാക്കിയുള്ള പോലീസുകാരെല്ലാം ആ ഗ്രൗണ്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ വക്കീലൻ അപ്പൊ ലൈവ് വിട്ടുകൊണ്ടിരിക്കാവും, ഇപ്പൊ വരും ആൾ, ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട്.
ഹയേച്ചി സംസാരിക്കുന്ന ഒരു ഓഡിയോ റെക്കോർഡും അവൻ കേൾപ്പിക്കുന്നുണ്ട്. അതിൽ ഹയേച്ചി ഈ വക്കീലിനോട് സംസാരിക്കുന്നത് പോലെ, ഞാനാണ് ഹയേച്ചി എന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു എവിഡൻസ് ഞാൻ നേരിട്ട് വന്ന് തരും. അതേപോലെ ഞാൻ കൊന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ള ചില എവിഡൻസ് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അത് കഴിഞ്ഞ് എൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എല്ലാവരെയും എനിക്ക് അറിയിക്കണം. സോ ഈ കില്ലർ ഹയേച്ചി വക്കീലിനെ നേരിട്ട് വന്ന് കാണുന്നു പറഞ്ഞിട്ടാണ് ഇവൻ ആ ലൈവ് വിട്ടുകൊണ്ടിരിക്കുന്നത്. സോ വക്കീലിന് ചുറ്റും നമ്മുടെ ഹീറോ അവൻ്റെ ടീമുമായിട്ട് പല ഭാഗത്തും ഉണ്ടാവും, അവൻ അറിയാതെ. ആ സമയത്ത് സേഫ് ഹൗസിൽ കിടക്കുന്ന നമ്മുടെ റൗഡിക്ക് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കോൾ വരുന്നു. അമ്മ എന്തോ അവനോട് പറയുക. അവനുടനെ കോൾ എടുത്തിട്ട്, അമ്മ എന്താ പറയുന്നത്, അയാൾ എന്താ അമ്മയോട് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് മെല്ലെ ബാത്റൂമിലേക്ക് വരും. ബാത്റൂമിൽ വന്ന് അവിടുത്തെ ഫ്ലഷ് ടാങ്കിൽ നോക്കുമ്പോൾ ഇവന് രക്ഷപ്പെടാനുള്ള ഡോറിൻ്റെ കീ ആ ഫ്ലഷ് ടാങ്കിലുണ്ടാവും. അപ്പോൾ ഇവൻ ആരാ വിളിച്ചതെന്ന് അറിഞ്ഞില്ല. ഈ സമയത്ത് ഇവിടെ ക്രിസ്മസ് ഗ്രൗണ്ടിൽ കറുത്ത കുപ്പായിട്ട് ഒരാൾ നമ്മുടെ വക്കീലിനെ നോക്കി നടന്നു വരുന്നു.